ബോൾട്ട് പുറത്തിറക്കിയ ഒരു കിഡിലൻ വയർലെസ് ഇയർബഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ബോൾട്ടിൻ്റെ K60 എന്നൊരു വേരിയൻ്റ് ആണ് നമ്മുടെ പക്കലുള്ളത്. അപ്പോൾ ഈ ഒരു ബഡ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ബോക്സിന് മുകളിലായിട്ട് ബോൾട്ടിൻ്റെ ബ്രാൻഡിങ് കാണാനായിട്ട് പറ്റും. എക്സ്ട്രാ ബാസ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ക്വാഡ് മൈക്ക് വിത്ത് ENC അവൈലബിൾ ആണ്. 60 ഹവേഴ്സിൻ്റെ പ്ലേ ടൈം ഈ ഒരു ബഡ്സ് നൽകുന്നുണ്ട്. ബഡ്സിൻ്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. K60 വയർലെസ് ഇയർബഡ്സ് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. സോ ഓവറോൾ ഒരു മെയ്ഡ് ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബ്രാൻഡ് അംബാസിഡേഴ്സിൻ്റെ ഇമേജ് കാണാനായിട്ട് പറ്റും. പിറകിലോട്ട് വരുമ്പോഴും നമുക്ക് നമ്പർ ഓഫ് സ്പെസിഫിക്കേഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബഡ്സിൻ്റെ നല്ലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു സീലൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റീറ്റെയിൽ യൂണിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പം തന്നെ നമുക്ക് കുറച്ച് ബോൾട്ടിൻ്റെ കുറച്ച് പേപ്പേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ബോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെയാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് 15 മന്ത് വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ എക്സ്ട്രാ ഇയർ ടിപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്കിത് റീസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കിതിലൊരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ നമുക്ക് ഈ ഒരു ബുക്ക്ലെറ്റിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സൈഡിലോട്ട് വെക്കാം. ആൻഡ് ഹിയർ കംസ് നമ്മുടെ മെയിൻ ഡിവൈസ് ഇതാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓൾസോ എല്ലാ ഒരു സ്റ്റൈൽ ആൻഡ് ഡിസൈനിലാണ് ഈ ഒരു ബഡ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഒന്ന് ക്വിക്കായിട്ട് പീൽ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു നല്ല ഗ്ലോസി ഫിനിഷിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. കേസിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ബോൾട്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു വശത്തായിട്ട് നല്ലൊരു സ്റ്റൈൽ ആൻഡ് ഡിസൈൻ കാണാം. അതുപോലെ തന്നെ പിറകിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ചാർജിങ് പോർട്ട് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്, വലിയ ഹെവി ആയിട്ടുള്ള ഒരു ബഡ്സ് ഒന്നുമല്ല. പിന്നെ ഈ ഒരു കേസിൻ്റെ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് ബഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ബോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തോട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു രണ്ട് ഡിഫറെൻറ്റ് കളർ കോംബോയിലാണ് ഇത് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല സ്റ്റൈൽ ആൻഡ് ലുക്കിലുള്ള ബഡ്സ് ആണ്. മാത്രമല്ല ഇവിടെ നമുക്ക് LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓൾസോ നമുക്ക് നല്ല ചെവിയിലൊക്കെ ഫിറ്റായി നിൽക്കുന്ന ഇയർ ടിപ്സും വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെവിയിലോട്ട് വെച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബഡ്സ് ഒന്ന് ചെവിയിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പറയാനുള്ളത് ഇത് ചെവിയിൽ നല്ലപോലെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഹെഡ് ഇങ്ങനെ ടിൽറ്റ് ചെയ്താലൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരിക്കലും താഴെ വീഴുമെന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റണ്ണിങ്ങോ വാക്കിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാനായിട്ട് പറ്റും. സോ ഫേമായിട്ട് നമ്മുടെ ചെവിയിൽ ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കയ്യിൽ ക്യാരി ചെയ്യുന്ന സമയത്തെല്ലാം വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ബൾക്കി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടില്ലേ, കയ്യിൽ ഇത്തരത്തിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈനാണ്. മാത്രമല്ല നമുക്ക് പോക്കറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇത് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോംബോയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു കളർ മാത്രമല്ല, വ്യത്യസ്ത കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. കേസിനകത്ത് നമുക്ക് കാണാം ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. 45 മൈക്രോ സെക്കൻഡ് ലോ ലാറ്റൻസി ഗെയിമിംഗ് കളിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ബഡ്സ് നൽകുന്നുണ്ട്. മാത്രമല്ല നമുക്കിതിൽ വോയിസ് അസിസ്റ്റൻറ്റ് അവൈലബിൾ ആണ്. ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻറ്റ് 5.3 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയൻ്റ് ആണ്. ബഡ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ ടച്ച് കൺട്രോൾസ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് കൺട്രോൾസ് ആണ്. ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഫംഗ്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടിപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക്കാണ് നമ്മളിപ്പോൾ ഒന്ന് പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബഡ്സിൽ നിങ്ങളൊരു സിംഗിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ പ്ലേ ആയി വന്നിട്ടുണ്ട്. ഒന്നൊരു ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്കത് പോസ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഇത്തരത്തിൽ 2 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലോട്ട് മാറുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നെക്സ്റ്റ് ട്രാക്കിലോട്ട് ഇങ്ങനെ മാറാം. ഇപ്പോൾ ഞാൻ 2 ടാപ്പ് ചെയ്താൽ അത് മാറുന്നതാണ്. സിംഗിൾ ടാപ്പ് ആണെങ്കിൽ പ്ലേ ആൻഡ് പോസ് ആണ് ഇതിൽ കിട്ടുന്നത്. ഇനി അഥവാ നിങ്ങൾ 3 തവണ ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗെയിമിംഗ് മോഡിലോട്ട് മാറും. അതുപോലെ തന്നെ മ്യൂസിക് മോഡിലോട്ട് മാറ്റാനായിട്ട് പറ്റും. ഔട്ട്ഡോർ കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ക്ലാരിറ്റിയിൽ തന്നെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. വോയിസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടിയാണ് ഇതിൻ്റെ ഓഡിയോ വരുന്നത്. മാത്രമല്ല ടച്ച് കൺട്രോൾസും വളരെ വളരെ സ്മൂത്താണ്. ഓൾസോ നമ്മുടെ ചെവിക്കൊക്കെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. 60 ഹവേഴ്സ് ഓഫ് പ്ലേ ടൈം ഈ ഒരു ബഡ്സിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കോളിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നതിനായിട്ട് നമുക്ക് Zen ENC ആണ് ഇതിൽ വന്നിട്ടുള്ളത്. 13mm ബൂമെക്സ് ടെക് ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മികച്ച ഓഡിയോ ക്ലാരിറ്റി ഒരു ബഡ്സ് നൽകും. ബോൾട്ടിൻ്റെ ഒരു കിഡിലൻ ബഡ്സിന് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോർസ് വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഗ്രാബ് ചെയ്യാവുന്നതാണ്.
ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ടെലിഗ്രാം ചാനലിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.